കേരള സംസ്ഥാനം രൂപം കൊണ്ട നവംബർ 1, 1956 തന്നെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം കേന്ദ്രഭരണ പ്രദേശമായി ഇന്ത്യയുടെ ഭാഗമാകുന്നത്. ഇന്ത്യയും ബർമയും സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ബ്രിട്ടീഷുകാർ ആംഗ്ലോ ഇന്ത്യന്മാരെയും ആംഗ്ലോ ബർമക്കാരെയും ദ്വീപുകളിൽ പുനരധിവസിപ്പിക്കാൻ നീക്കം നടത്തി. അവരുടെ പദ്ധതി പരാജയപ്പെടുകയും 1950-ൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയുടെ ഭാഗവും 1956-ൽ ഒരു കേന്ദ്രഭരണ പ്രദേശവുമായി മാറി. ബ്രിട്ടീഷ് നാവിക ഉദ്യോഗസ്ഥനായ ക്യാപ്റ്റൻ ആർക്കിബോൾഡ് ബ്ലെയറിന്റെ ഓർമ്മയിലാണ് സ്വാതന്ത്ര്യലഭ്യ കാലം മുതൽക്കേ ദ്വീപിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ എന്നറിയപ്പെട്ടു തുടങ്ങിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മാനിക്കുന്നതിന്റെയും കൊളോണിയൽ മുദ്രകൾ നീക്കം ചെയ്യുന്നതിന്റെയും ഭാഗമായാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോർട്ട് ബ്ലെയർ എന്നതിന് പകരം ശ്രീ വിജയപുരം എന്ന നാമം നൽകിയിരിക്കുന്നത്. ബ്രിട്ടീഷ് കോളനിവത്കരണ പാരമ്പര്യത്തിന്റെ അടയാളങ്ങൾ രാജ്യത്തുനിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ള പ്രചോദനമാണ് പേരുമാറ്റത്തിന് പിന്നിലെന്ന് പേര് സംബന്ധിച്ചുള്ള എക്സ്പോസ്റ്റിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ വ്യക്തമാക്കി. മുൻപുണ്ടായിരുന്ന പേര് ബ്രിട്ടീഷ് കോളനി പാരമ്പര്യത്തിന്റെ പ്രതീകമാണെന്നും പുതിയ പേര് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളുടെ പങ്കിനെ അടയാളപ്പെടുത്തുന്നതാണെന്നും പോസ്റ്റിൽ പറയുന്നു. 2018-ൽ കേന്ദ്രം ആൻഡമാനിലെ 3 ദ്വീപുകളുടെ പേരുകൾ മാറ്റിയിരുന്നു. റൂസ് ഐലൻഡ്, നെയിൽ ഐലൻഡ്, ഹാവ്ലോക്ക് ഐലൻഡ് എന്നിവയുടെ പേരുകൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിനുള്ള ആദരമായി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്, ഷഹീദ് ദ്വീപ്, സ്വരാജ് ദ്വീപ് എന്നിങ്ങനെ മാറ്റിയത്. ഇതിനു പിന്നാലെയാണ് 6 വർഷങ്ങൾക്ക് ശേഷം തലസ്ഥാനത്തിന്റെ പേരുമാറ്റൽ. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.